സംസ്ഥാനത്ത് ഇന്ന് പെയ്ത തോരാമഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ 4 ജീവനുകൾ പൊളിഞ്ഞു. വിവിധയിടങ്ങളിലായി ഒഴുക്കിൽപ്പെട്ട് 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണിപ്പോഴും. പത്തനംതിട്ട പമ്പയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട 2 യുവാക്കളാണ് മുങ്ങി മരിച്ചത്. കോയിപ്രം നെല്ലിക്കലിലുണ്ടായ അപകടത്തിൽ മിഥുൻ, രാഹുൽ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഇരുവരും ഫാബ്രിക്കേഷൻ തൊഴിലാളികളാണ്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കായി പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. മണിക്ക് ശേഷമാണ് മീൻ പിടിക്കാനായിട്ട് പോയെന്നാണ് അറിവ്. വലുതായിട്ടാണില്ല, കണ്ടമാണ്. അത് ആറൊന്നുമല്ല, കണ്ടത്തിലെ നിലയുള്ള സ്ഥലമാണ്. കോഴിക്കോട് കല്ലായിയിൽ കോളേജ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. കാട്ടിലെ പീടിക സ്വദേശി അഹമ്മദ് റബാഹാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇടുക്കി ബൈസൺവാലി നെല്ലിക്കാട്ട് കാൽവഴുതി തോട്ടിൽ വീണ അതിഥി തൊഴിലാളി മരിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശി രാജു സാഹുവിനാണ് ജീവൻ നഷ്ടമായത്. പാലക്കാട്ട് 2 ഇടങ്ങളിലായി 2 പേരെ പുഴയിൽ കാണാതെയായി. ഭാരതപ്പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് ഒറ്റപ്പാലം സ്വദേശി യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. വീഴ്ലിപ്പുഴയിൽ ഇറങ്ങിയ അയിലൂർ സ്വദേശി ഉമ്മർ ഫാറൂഖിനെയും കാണാതെയായി. കണ്ണൂർ പഴയങ്ങാടിയിൽ തോണി മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇന്നും കണ്ടെത്താനായില്ല. പാലക്കോട് അഴിമുഖത്ത് വെച്ചാണ് പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ കാണാതായത്. ഇടുക്കി പനംകുട്ടി ചപ്പാത്തിൽ ഇരുചക്ര വാഹനം ഒഴുക്കിൽപ്പെട്ടു. കൈവരിയിൽ തട്ടിനിന്ന വാഹനം എടുക്കാനായി ടിപ്പർ ലോറി ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പ്രദേശവാസികളുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് സ്കൂട്ടർ മുന്നോട്ടിറങ്ങിയത്. കിഴക്കൻ വെള്ളം കൂടിയെത്തിയതോടെ കുട്ടനാട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കോട്ടയം കുറിച്ചിയിൽ മഴയെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. കുറിച്ചി സ്വദേശി ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. 6 മാസം മുമ്പ് ലൈഫിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ നമുക്കൊരു അറിവും കിട്ടിയില്ല. നമ്മുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയും, രോഗികളായ അച്ഛനും അമ്മയും, കൈക്കുഞ്ഞുങ്ങളുള്ള മോളെ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മൾ വളരെ ഇല്ലായിരുന്നു. പാലക്കാട് വടക്കഞ്ചേരിയിൽ സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. മംഗളം ഗാന്ധി സ്മാരക സ്കൂളിന്റെ മതിലാണ് റോഡിലേക്ക് വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.